ഇങ്ങനെ ഒരു കുട്ടിയുടെ ഒരു പ്രശ്നം കാരണം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. പരിപാടി ഓക്കെയാണ്. ഞാൻ ആഷിഖിൻ്റെ അടുത്ത് പറയാം, അപ്പോഴാണ് കേട്ടത് ആഷിഖിൻ്റെ. അപ്പോഴാണ് ആക്ച്വലി ആഷിഖിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാൻ പരിപാടി. ഞാൻ ചോദിച്ചു ഇങ്ങനെ ആഷിഖ് ഏട്ടൻ്റെ പടമാണോ? ട്രെയിലറിൽ 2 മിനിറ്റുള്ള ട്രെയിലറിൽ ഞാനൊരു 2 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, കുറച്ച് ഇനി 2 മണിക്കൂറുള്ള പടത്തിൽ ഞാൻ 2 മിനിറ്റായി പോവോ? ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആക്ടർ ഈ ജനറേഷനിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്താൽ നമ്മളും വളരും. ഫെയിം വളർച്ചയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറേ പേരുടെ ഉണ്ട്. സാർ താങ്ക് യു എന്ന് വിളിച്ചപ്പോൾ സാർ ഇങ്ങനെ വന്നു. ഞാൻ അടുത്ത് പോയില്ലായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ അവർ പറയുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ചു, സാറ് കെട്ടിപ്പിടിച്ചു. ചെയ്യാതെ തന്നെ ഫുൾ ഡാൻസ് ഒറ്റ ലെങ്ത്തിന് എൻ്റെ അതിനകത്ത് കട്ട് ശ്രദ്ധിച്ചറിയാം. ഇടയ്ക്ക് ഗ്രൂപ്പ് വരും, ഇടയ്ക്ക് ഒറ്റ കളിക്കും, ഇടയ്ക്ക് ഗ്രൂപ്പ് അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഗ്രൂപ്പുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൃത്യം ഫ്രെയിംസ് വെച്ചിട്ട് എടുത്തു. പിന്നെ ഒരു ഒറ്റ ഫ്രെയിമിൽ എന്നെ പെർഫോം ചെയ്യണമായിരുന്നു. സൗബീക്ക കാണാൻ വന്നു, ബാസി കാണാൻ വന്നിരുന്നു. അന്ന് എൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു, പട്ടണത്തിൽ പോലും ചെയ്തപ്പോൾ ഇവനൊക്കെ ഭയങ്കര ചെറുതായിരുന്നു, പിള്ളേരൊക്കെ അങ്ങ് വളർന്നു. അത് ഞാൻ ഞെട്ടി. എന്റെ ഒരു എയിം ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ എപ്പോഴും പോയി എന്താ പറയാ ഒരു കണ്ടന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അതിനുള്ളതായിരുന്നില്ല. എന്റെ ഫോക്കസ് കുറച്ചും കൂടി ഫിസിക്കൽ ടാസ്ക്, മെന്റൽ ടാസ്ക്, ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ റോൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. ശോഭനമായ ഒരു IT കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം? എന്നാൽ എക്സ്പേർട്സ് ലാബിലൂടെ നിങ്ങളുടെ IT കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യൂ. ടോപ്പ് IT കമ്പനിയിൽ പ്ലേസ്മെന്റ് ആകുന്നതുവരെ സ്റ്റൈപ്പൻഡോടുകൂടി ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യാം. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അല്ല, വാഗ്ദാനമാണ് ഞങ്ങൾ നൽകുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഹീസ് ആൻ ആക്ടർ, ഡാൻസർ, ഓൺട്രപ്രണർ, അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള റംസാൻ മുഹമ്മദ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് റംസാൻ, എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. വളരെ ആ ഹാപ്പിനെസ് ആ മുഖത്തുണ്ട്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം റൈഫിൾ ക്ലബ്ബ് അടിപൊളിയായിട്ട് ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. ഞാൻ കണ്ടു, നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കണ്ടു. വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. എന്ത് തോന്നുന്നു ഇത്രയും നല്ലൊരു ഹിറ്റ് മൂവി ആൻഡ് ഇത്രയും വൈഡ് ആർട്ടിസ്റ്റ് കൂടെ ഒക്കെ, അതും ലീഡ് ക്യാരക്ടർ, ഐ മീൻ ആ ഒരു മൂവി കടന്നു പോകുന്നതും റംസാനും പ്രശ്നം ഉണ്ടാക്കുന്നത് റംസാനാണ്. യാ, അപ്പൊ അത് റംസാനാണ് പ്രശ്നക്കാരൻ, അതും പറയുന്നുണ്ട്. അപ്പം ഇത്രയും നല്ലൊരു മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ തന്നെ വലിയൊരു സന്തോഷം. എന്ത് തോന്നുന്നു ഇപ്പോ? അല്ല, ഭയങ്കര സന്തോഷം ഉള്ള ദിവസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഹാപ്പനിങ്. സോ ഈ പറഞ്ഞ പോലെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെ, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒരു 40ഓളം ദിവസം ആ വീട്ടിൽ കുറേ പ്രാക്ടീസും അവരുടെ ആക്ടിങ് പരിപാടി എല്ലാം കണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു എന്താ പറയുക ഒരു ആക്ടിങ് വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്യുന്ന പോലെ ആയിരുന്നു. പലരുടെയും ടാലന്റ് നമ്മൾ കൺമുന്നിൽ കാണാമല്ലോ. അത് തന്നെ വലിയൊരു പാഠമാണ്. പിന്നെ തീർച്ചയായിട്ടും 40 ദിവസം ആ വീട്ടിൽ മാത്രം, ആ വീട്ടിൽ മാത്രം. ആ വീടിന്റെ സെറ്റിങ്സ് ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. അതൊരു പ്രത്യേകം, എനിക്ക് തോന്നുന്നത് ഞാൻ ആ മൂവി കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ ആ സ്ഥലത്ത് നിൽക്കുന്ന പോലെ, ലൈക്ക് ആ സ്ഥലത്ത് അവിടെ ഒരു വിന്റേജ് മൂഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ റംസാൻ എങ്ങനെ ഈ മൂവിയിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഓഡിഷൻ വഴിയാണ്, ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ട് മിലിന്ദ്. അപ്പോ പുള്ളി ഇങ്ങനെ ചുമ്മാ ഒരു കോൾ വിളിച്ചു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ആരാണെന്നും പറഞ്ഞില്ല, ഒരു സിനിമയാണ്, അപ്പൊ അതിനകത്ത് കുറച്ച് ആർട്ടിസ്റ്റുകളെ നമ്മൾ നോക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ്, അപ്പൊ നീ ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്യ് എന്ന് പറഞ്ഞു. മിലിന്റിനും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നില്. അപ്പോ ഞാൻ ചെന്നു, അവിടുന്ന് ഓഡിഷൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു പരിപാടി, നീ ഇങ്ങനെ ഒരു കുട്ടിയുടെ ഒരു പ്രശ്നം കാരണം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഓഡിഷൻ അറ്റൻഡ് ചെയ്തു. അപ്പോഴെനിക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ചെയ്ത സംഭവം വർക്കാണോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ മിലിൻ്റെ തന്നെ പറഞ്ഞോടാ, നീ പരിപാടി ഓക്കെയാണ്, ഞാൻ ആഷിഖിൻ്റെ അടുത്ത് പറയാം. അപ്പോഴാണ് കേട്ടത് ആഷിഖെന്ന്. അപ്പോഴാണ് ആക്ച്വലി ആഷിഖിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാൻ പരിപാടി. ഞാൻ ചോദിച്ചു ഇങ്ങനെ ആഷിഖ് ഏട്ടൻ്റെ പടമാണോ? അപ്പോൾ ഓക്കെ, മനസ്സിൽ എത്ര ലഡ്ഡു പൊട്ടി? കുറച്ചധികം പൊട്ടി, അത് എണ്ണാൻ പറ്റിയില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു റൂട്ട് ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഇന്ന സിനിമകൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ അത് ഇങ്ങോട്ട് വന്ന് ചേർന്ന പോലെ ആയിരുന്നു എന്നെ ഓഡിഷൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മളിപ്പോ ഇതെന്തായാലും റൈഫിൾ ക്ലബ്ബ് നല്ല അടിപൊളിയായി ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. മൂവീസിലേക്ക് ഇനിയും നോക്കുന്നുണ്ടെങ്കിൽ ഓഡീഷൻസ് ഇടയ്ക്ക് കൊടുക്കാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. പിന്നെ ഞാനിപ്പോ നല്ല രതിപുഷ്പം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 2.5 കൊല്ലം വെയിറ്റ് ചെയ്തിട്ടാണ് റൈഫിൾ ക്ലബിന് കൈ കൊടുക്കുന്നത്. അപ്പോൾ അതിലും എനിക്ക് ആദ്യം കേട്ടപ്പോൾ ഓക്കെ ഒരു ഡാൻസ് ഉണ്ട്, ഇനി അതിൽ മാത്രമായി പോവോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമ ഷൂട്ട് മൊത്തം കഴിഞ്ഞ് ട്രെയിലർ ഇറങ്ങി.
അപ്പോൾ ട്രെയിലറിൽ 2 മിനിറ്റുള്ള ട്രെയിലറിൽ ഞാനൊരു 2 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, പഠിച്ചോനെ ഇനി 2 മണിക്കൂറുള്ള പടത്തിൽ ഞാൻ 2 മിനിറ്റായി പോവോ? അപ്പോൾ അങ്ങനെ കുറെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. Okay. കാരണം എല്ലാവർക്കും അറിയാം റൈഫിൾ ക്ലബ്ബ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ എല്ലാവരുടെ എക്സ്പെക്ടേഷൻ ആയി അത്. ഒന്നും അല്ലാതെ ആയി പോയത്. അതെ അതെ തീർച്ചയായും. നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ മോർ ദാൻ ഇനി ഒരു ഭീഷ്മപർവം ചെയ്തതിനേക്കാൾ കുറച്ചും കൂടി എന്തെങ്കിലും ഓഡിയൻസിന് കൊടുക്കണം. അപ്പോൾ അതെനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പരിപാടി ഉണ്ട്, പരിപാടി അതിനകത്ത് ഉണ്ടെന്നുള്ളത്. അല്ല, അത് ആക്ച്വലി ഡ്യൂപ്പ് ഉണ്ട് ഗ്ലാസ് പൊളിച്ച് അപ്പുറം പോകാനായിട്ട്. അപ്പോ ഡ്യൂപ്പിനെ വെച്ചിട്ടാണ് ചെയ്തത്. ആണല്ലേ? പക്ഷെ അതൊക്കെ രസമായിരുന്നു കേട്ടോ. അങ്ങനെയാണ്. എനിക്ക് എല്ലാ സ്റ്റൺസും അല്ല, പക്ഷെ നമുക്ക് ഇതൊക്കെ ഇതിന്റെ ഇമ്പാക്ട് എന്ന് വെച്ചാൽ ആ ഒരു ഒറ്റ ചവിട്ടുള്ളൂ. അല്ലാതെ അതിന് മുന്നേ ഞാൻ ഫൈറ്റ് ചെയ്യോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ അതില് ഓഡിയൻസിന് തോന്നണം അത് ചവിട്ടി കഴിഞ്ഞാൽ തീർന്നു, പുറത്ത് പോയി എന്നുള്ളത് റിയലിസ്റ്റിക് ആയിട്ട് തോന്നണം. ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ സ്റ്റണ്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം അല്ലേ? അതൊരു പ്രത്യേക ഒരു ഇതായിരുന്നായിരിക്കുമല്ലോ. നമുക്ക് എന്താ പറയാ, ഒരു ലോട്ടറി കിട്ടിയ അവസ്ഥയായിരുന്നു. നമ്മള് പണ്ടൊക്കെ ഈ ഫ്ലിപ്സും കിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് എപ്പോഴൊക്കെ ഇട്ട എഫേർട്ടിന്റെ റിസൾട്ടാണ് ഇപ്പൊ വരുന്നത്. പിന്നെ എന്തായാലും നല്ലൊരു ഡാൻസർ ആണ്. ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ, നമ്മൾ സെയിം ഏജ് ആണെങ്കിൽ പോലും, ഐ മീൻ അങ്ങനെയല്ല, ഞങ്ങൾ സെയിം ഏജ് ആണ്. അപ്പൊ റംസാൻ സെയിം ഏജ് ആയിരുന്നു. ബട്ട് റംസാൻ റിയാലിറ്റി ഷോയിലൊക്കെ ഇന്ന് വലിയ ആളായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ആ ടൈമിൽ തൊട്ടേ ഞാൻ റംസാനെ കാണുന്നതാണ്. ആ ടൈമിൽ തൊട്ടേ ഡാൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. സോ ഈ ഫിലിം എന്തായാലും ഇത്രയും ഹിറ്റ് അടിച്ചത് കൊണ്ട് ഇനിയും ഇതുപോലെ നല്ല അവസരങ്ങൾ കിട്ടട്ടെ. പിന്നെ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഫഹദ് ഫാസിലിന്റെ കൂടെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം എന്നുള്ളത്. ഇപ്പോഴും അതാണ് ആഗ്രഹം? ഫഹദ് ഫാസിൽ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആക്ടർ ഈ ജനറേഷനിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്താൽ നമ്മളും വളരും. അത് ഒരു ഫെയിം വളർച്ചയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറെ പേരുടെ ഉണ്ട്. അങ്ങനെ എനിക്ക് ആഗ്രഹമായിരുന്നു ചാക്കോച്ചന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഫൈനലി ഇപ്പോ അടുത്ത പ്രൊജക്ട് ചാക്കോച്ചന്റെ കൂടെയാണ്. ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊറിയോഗ്രഫി ചെയ്യാന്നുള്ളതും ആസ് എ ഡാൻസർ ഒരാളുടെ ഒരു ഡ്രീം ആയിരിക്കുമല്ലോ. അപ്പം ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഒരു ആക്ടർ ഒരു ആക്ട്രസ് എന്റെ ഈ കൊറിയോഗ്രഫിയിൽ ഡാൻസ് കളിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ആക്ടർ ആക്ട്രസ് ഉണ്ടാവുമോ? എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞ കഴിഞ്ഞ പടം ചാക്കോച്ചനായിട്ട് വർക്ക് ചെയ്തപ്പോ, ചാക്കോച്ചനെ അറിയാലോ, പിന്നെ പണ്ടോട്ട് ഞാൻ ടി വി കാണുമ്പോ പുള്ളി ഇങ്ങനെ തിളങ്ങിയ ഡാൻസ് കളിച്ചു. ഞാൻ ഭയങ്കര വലിയ ഫാനാണ്. അപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് ചാക്കോച്ചന്റെ ചെറുപ്പം ചെയ്തിട്ടുണ്ട്. 3 Kings എന്ന് പറയുന്ന മൂവിയില് ഡോക്ടർ ആ 2 മൂവിയിലും ചാക്കോച്ചന്റെ ചെറുപ്പം ചെയ്തത് ഞാനാ. അപ്പൊ അത് കഴിഞ്ഞ് അന്ന് ചാക്കോച്ചനെ അറിയാം. അപ്പോൾ ഈ 2 സിനിമ കഴിഞ്ഞിട്ടാണ് ഒരു റിയാലിറ്റി ഷോയിലൊക്കെ ചെയ്തപ്പോൾ ചാക്കോച്ചൻ ഗസ്റ്റ് ആയിട്ട് വരുന്നു. അന്ന് ചാക്കോച്ചൻ എന്നെ അറിയാം. അപ്പോ പിള്ളേരുടെ മുമ്പിൽ എനിക്ക് വെയിറ്റ് എന്റെ അടുത്ത് എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചാക്കോച്ചനൊരു അഡ്വർടൈസ്മെന്റ് ചെയ്തു. അപ്പോൾ എന്റെ കൊറിയോഗ്രാഫറാണ് അതിനകത്ത് കൊറിയോഗ്രാഫ് ചെയ്തത്, രതീഷ് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തുള്ള. അന്ന് കുറച്ച് ഫ്ലിപ്സിന്റെയും കാര്യങ്ങളുടെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ ചാക്കോച്ചന് ഡ്യൂപ്പ് ഇട്ടത് ഞാനാ. അപ്പോ അത് രതീഷേട്ടൻ വിളിച്ചുകൊണ്ടും ചാക്കോച്ചനായതുകൊണ്ട് ഓഫ് കോഴ്സ് ഞാൻ പോയതാണ്. എനിക്കറിയാം എന്റെ തല കാണില്ല, ചാക്കോച്ചനായിട്ടായിരിക്കും നിൽക്കുന്ന. യെസ്. അപ്പോൾ സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്നും പോകാനൊന്നുമില്ല. അപ്പോൾ ഞാനത് പോയി ചെയ്തു. അപ്പോഴും ചാക്കോച്ചനായിട്ട് പിന്നെ ഒരു ബന്ധം കണക്റ്റഡ് ആയി കുറെ കാലത്തിന് ശേഷം. അതിനുശേഷം പിന്നെ വരുന്നത് ഈ പടത്തിലൂടെയാണ്, ചാക്കോച്ചന്റെ കൂടെ. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ കിട്ടി നിൽക്കുന്നുണ്ട്. ബാക്കിയല്ല, ആക്ച്വലി ഹാർഡ് വർക്കാണ്. അപ്പോ അതൊക്കെ കഴിഞ്ഞിപ്പോ എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ചാക്കോച്ചൻ ഒന്ന് കൊറിയോഗ്രാഫി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇപ്പൊ ബൊഗൈൻവില്ലൊക്കെ ചെയ്ത് ചാക്കോച്ചൻ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് പിന്നെയും ഒരു പെർഫോമർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും പിന്നെയും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ചാക്കോച്ചനും ജ്യോതിർമേഘ തകർത്താടി ചെയ്ത ഒരു പാട്ടാണ് അത്. എനിക്കൊന്നും പറ്റില്ല, നമുക്കിങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാം. അതാണ്. ഇപ്പം നമുക്കിനി ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റ് എന്ന് പറയുന്നത് ഫൺ സെഗ്മെന്റ് ആണ്, കൂടുതലായിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, അപ്പം ആ സെഗ്മെന്റിൽ ഞാൻ ഒരു 5 പാട്ട് പറയും. ആ 5 പാട്ട് നമ്മളുടെ മലയാളം ആക്ടർ ഓർ ആക്ട്രസിൽ ആര് ചെയ്താലായിരിക്കും ബെറ്റർ ആവുക, അല്ല റംസാന്റെ ഒരു മൈൻഡിൽ. ഓക്കെ, റീപ്ലേസ് ചെയ്യണം മലയാളം. ഓഡിയൻസ് വിചാരിക്കില്ല, അങ്ങനെ പരിപാടി തന്നെ. ഇത് ഒരിക്കലും അറിയാതെ. ഫസ്റ്റ് പാട്ട് തോബ തോബ, അങ്ങനെയല്ലേ? അല്ല എനിക്കറിയില്ല ഈ പാട്ട് പാടാനാ. തോബ തോബ അത്രേ ഉള്ളൂ. അത് മലയാളത്തിൽ ഏത് മലയാളത്തിൽ തന്നെ ചെയ്യണമല്ലേ? മലയാളത്തിലുള്ള ഏതെങ്കിലും ആക്ടറോ ആക്ട്രസോ ചെയ്യണം. അത് കുറച്ചുകൂടി സ്റ്റൈലിഷ് ഒരു
കുറച്ച് ഹൈറ്റ് ഒക്കെ ആയിട്ട് നല്ല ബോഡി വെച്ചിട്ട് ആ ഒരു പെർഫോമൻസ് ചെയ്യാനാണെങ്കിൽ രാജുവേട്ടനെ നമുക്ക് ചെയ്യിപ്പിക്കാം അല്ലേ? ഒന്ന് ആലോചിച്ച് ഷർട്ട് ഒക്കെ കുറച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വേറെ ലെവലായിരിക്കും അല്ലേ? അത് നമുക്ക് രാജേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. നെക്സ്റ്റ് പീലിങ്സ്. പീലിങ്സ് നമുക്ക് ചാക്കോച്ചൻ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് മറ്റേ അപ്പൊ മല്ലു സിംഗ്. അപ്പൊ അത് പുള്ളിക്ക് ആ സ്വാഗ് ഓൾറെഡി ഉണ്ട് ബോഡിയിൽ. പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ രസമായിരിക്കും. ചാക്കോച്ചൻ ചെയ്താൽ അടിപൊളിയായിരിക്കും. അല്ലേ? ആവില്ലേ? പിന്നെ ചാക്കോച്ചൻ ചെയ്താ ഉറപ്പായിട്ട് പോകും. മനസ്സിലായോ? അത് നമുക്ക് ബോഡി ഒന്നും വേണമെന്നില്ല. ഇല്ല, അത് നമുക്ക് സൂപ്പർ സ്റ്റാർസിന് തന്നെ കൊടുക്കാം അല്ലേ? മലയാളത്തിലെ ഒന്നല്ലെങ്കിൽ മമ്മൂക്ക അല്ലെങ്കിൽ രണ്ടുപേർക്കും സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ആ ഒരു സ്റ്റെപ്പ്. മക്കാമിഷി അതേതായിരുന്നു പാട്ട്? അത് മറ്റേ നമ്മുടെ ജയൻ രവി. അതില് ഇപ്പം ആർക്ക് കൊടുക്കാൻ പറ്റും? അതിനും അങ്ങനെ ഭയങ്കര ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവം വേണമെന്നില്ല. പെർഫോമൻസ് കുറച്ചുണ്ട്. പെർഫോമൻസ് ഉണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ അത് നമുക്ക് ഫഹദിന് കൊടുക്കാം. ആണല്ലേ? കുറച്ച് ഐ മീൻ പുള്ളിയാണെങ്കിൽ കുറച്ചുകൂടി വേറൊരു രീതിയിൽ അത് ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പുള്ളിനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതൊക്കെ പക്കയായിരിക്കും അല്ലേ? എവിടെ കൊണ്ടിട്ടാലും അതങ്ങ് ശരി, അതങ്ങ് സെറ്റ് ആക്കിക്കോളും ഏത് ലെവലാണെങ്കിലും. ആജ് കി രാത് മലയാളത്തില് പെർഫോമൻസ് ചെയ്യുന്ന ആക്ട്രസസിൽ എനിക്ക് മനസ്സിൽ വരണില്ലല്ലോ. എനിക്ക് തോന്നുന്നു ആക്ച്വലി ലിറ്റിൽ മോർ ഒരു ഐറ്റം പെർഫോമൻസ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് സ്റ്റൈൽസ് ഉണ്ട്. സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് യൂത്തന്മാരെങ്കിലും ഇറക്കാം. യൂത്തന്മാരോ? യൂത്തന്മാരിൽ നമ്മുടെ അജ്കീരാത്ത് ലേഡീസ് വേർഷൻ അല്ലേ? ലേഡീസ് വേർഷൻ ആണല്ലേ? സോറി, ഇത് കട്ട് ചെയ്യണേ. അത് ചാക്കോച്ചൻ കൊടുക്കാന്ന് പറഞ്ഞേ. നമുക്ക് യുവതികളെ ആരെങ്കിലും ഇറക്കാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അനശ്വരയോ അങ്ങനെയുള്ള അവര് ട്രൈ ഔട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഓഫ് കോഴ്സ് അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന പിന്നെ പ്രിയക്ക് പറ്റും. ഇപ്പം ഒരു ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ്. ലൈക്ക് ഇപ്പൊ അറിയാലോ നമ്മുടെ മീഡിയാസ് കുറെ ഇങ്ങനെ നമ്മൾ എവിടെ പോയാലും ഉണ്ടാവും. അപ്പൊ അതിൽ എപ്പോഴും വരുന്നതാണ് റംസാൻ ആൻഡ് ദിൽഷ, നിങ്ങൾ രണ്ടുപേരും. അതിൽ ഞാൻ ഒരു ക്യാപ്ഷൻ കണ്ടതാണ്, രണ്ട് ഇണക്കുരുവികളെ പോലെ ഇങ്ങനെ പോകുന്നു അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ബട്ട് അത് നമുക്കറിയാം അത് ഏത് സെൻസിലാണെന്നുള്ളത്. ബട്ട് യു ഗൈസ് ആർ ഫ്രണ്ട്സ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ അതെങ്ങനെ നിങ്ങൾ എടുക്കാറുള്ളത്? അതിനത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം ഇതിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വേറെ ആരുടെ കൂടെ പെർഫോം ചെയ്താലും അങ്ങനെ വരും, കമന്റ് വരും. അത് ഞങ്ങളൊരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട് കുറച്ച് പേര്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഭയങ്കര ക്ലോസാ. അപ്പൊ അതിലുള്ള ഒരു ആളാണ് ഈ ദിൽഷ എന്ന് പറയുന്ന വ്യക്തി. അപ്പോ ഇവള് ഈ പറയുന്ന പോലെ കൊച്ചുകുട്ടികളുടെ സ്വഭാവം, ഇങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടന്ന് അങ്ങനെ പോകുന്ന. അപ്പൊ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞ ചേട്ടന്മാരാ, മനസ്സിലായില്ലേ? അപ്പോ അവളോട് പെർഫോം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് നമ്മുടെ ഫ്ലാറ്റിന്റെ അപ്പുറത്താണ് വേറെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് താമസിക്കുന്നത്. അപ്പോൾ ഫ്രീ ആയുള്ള ടൈം ആണെങ്കിൽ പോയി റീൽസ് എടുക്കുക എന്നുള്ള പരിപാടി ഉള്ളൂ. അല്ലാതെ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയില്ല. ലാസ്റ്റ് നമ്മളുടെ ഇന്റർവ്യൂല് ദിൽഷ പറഞ്ഞിരുന്നു ഭയങ്കര ദേഷ്യമാണെന്നുള്ള. ദേഷ്യം കുറഞ്ഞില്ല, ഞാൻ പാവലിപ്പോ. അല്ല അങ്ങനല്ല, ദേഷ്യം അത് കുറച്ചൊക്കെ തള്ളിയതാണ് സംഭവം. ഞാൻ പ്രൊഫഷണലി കുറച്ച് അവളുടെ അടുത്ത് കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് എടുക്കും. കാരണം ഈ പറഞ്ഞ പോലെ ആള് കുറച്ച് മറ്റേ കളിച്ചിരി തമാശ. അപ്പൊ കുറച്ച് നമ്മള് വേറെ രീതിയിൽ നിന്നില്ലെങ്കിൽ ചിലപ്പോ സോ ഇപ്പം നമ്മള് ഡാൻസിന്റെ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോ കമൽ ഹാസൻ സാറിന്റെ വേദിയിൽ പെർഫോം ചെയ്യാൻ 2 തവണ അവസരം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഞാൻ റംസാനെ പറ്റി ഫുൾ പഠിച്ചിട്ടായിരിക്കുന്നത്. അപ്പം കമൽ ഹാസൻ സാറ് വന്ന് ഹഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കമൽ ഹാസൻ സാറ് ഫസ്റ്റ് ടൈം പെർഫോം ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് ടൈം കണ്ടപ്പോ തിരിച്ചറിഞ്ഞു, പിന്നെയും തിരിച്ചറിഞ്ഞു. അതൊക്കെ എനിക്ക് തോന്നുന്നത് ആസ് എ ഡാൻസർ മാത്രമല്ല ഒരാളുടെ ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും അല്ലേ അത്? ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല കമൽഹാസൻ സാറിനെ കാണുന്നു. അപ്പോൾ അത് മാധ്യമത്തിന്റെ പ്രോഗ്രാം ആയിരുന്നു. സോ ദേ ആക്ച്വലി ഗീവ് ഇങ്ങനെ പെർഫോമൻസ് ഇടയ്ക്കിടയ്ക്ക് പുറത്തെ സ്റ്റേജിലൊക്കെ ഉണ്ടാവും. അങ്ങനെ ദുബായിൽ ഒരു തവണ വിക്രം സിനിമയുടെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇവര് ഈവന്റ് കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ കമൽഹാസൻ സാറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് എന്നുള്ള നിലയിലാണ് എന്നെ വിളിക്കുന്നതും. പെർഫോമൻസ് ചെയ്യണം, പക്ഷെ ചെറിയ ചേഞ്ച് ഉണ്ട്. ഇത്തവണ 3-4 മിനിറ്റിന്റെ പെർഫോമൻസ് പോരാ, ഹാവ് ടു ബി ലോങ്ങർ. ഒരു 10 മിനിറ്റിന്റെ ഒരു പരിപാടി സാറിന് മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന് പറയും. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അങ്ങോട്ട് ദുബായിൽ പോയി ഒരു 1.5 ആഴ്ച അവിടെ നിന്ന് പിള്ളേരെ വെച്ച് ഡാൻസ് പഠിപ്പിച്ചു. സോ എനിക്ക് ആ ഡാൻസിൽ ഈ പറഞ്ഞ പോലെ സാറിന്റെ കുറെ പണ്ടത്തെ സോങ്സ് തൊട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത്
ഫൈനൽ സോങ് എന്നുള്ള നിലയിലാണ് ചെയ്തത്. ആൻഡ് അതിന്റെ ലാസ്റ്റ് ഈ പറയുന്ന പോലെ പുറത്തോട്ട് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് പോയി സാറിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് വന്ന് യെസ്. അപ്പൊ സാറിന് അന്ന് ആക്ച്വലി കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സാറ് പറഞ്ഞു സാറ് സ്റ്റേജിലേക്ക് വരില്ല, അല്ലെങ്കിൽ എണീക്കില്ല, സാറ് വരില്ല എന്നൊക്കെ പറഞ്ഞു. ഡോണ്ട് പുഷ് ഹിം, ഒന്നും ചെയ്യരുത്, സാറിന്റെ അടുത്ത് പോകാൻ പോലും പാടില്ല. ഞാൻ പറഞ്ഞു ഞാൻ അടുത്തേക്ക് പോകുന്നില്ല, ഐ ജസ്റ്റ് വാണ്ട് ഹിം ടു സീ മൈ ഡാൻസ്, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ആക്ച്വലി പെർഫോമൻസ് ചെയ്ത് കഴിയുന്നതിന് മുന്നേ സാർ എണീറ്റ് നിന്നു. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ സാർ അവിടെ എണീറ്റിക്കുന്നുണ്ട്, ഞാൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഭയങ്കര ടെൻഷൻ ആണോ എക്സൈറ്റ്മെന്റ് ആണോ ഒന്നും അറിയില്ലായിരുന്നു. അങ്ങനെ പോയി സാറിന്റെ ഞാൻ ഏറ്റവും ഇങ്ങനെ സാർ താങ്ക് യു എന്ന് വിളിച്ചപ്പോൾ സാർ ഇങ്ങനെ വന്നു. ഞാൻ അടുത്ത് പോയില്ലായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ അവര് പറയുന്ന കുറച്ച് റൂൾസ് ഉണ്ടല്ലോ, ഓഫ് കോഴ്സ് വി ഹാവ് ടു റെസ്പെക്ട്. അപ്പൊ സാറിന്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോ ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ചു, സാർ കെട്ടിപ്പിടിച്ചു. ആൻഡ് സാർ സ്റ്റേജിൽ പറഞ്ഞു ഇറ്റ് ലുക്ക് സോ ഇന്റർനാഷണൽ, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് അതിനുശേഷം വേറൊരു ചാനലിൽ നമ്മുടെ നാട്ടിൽ സാറ് വന്നപ്പോൾ ഇതുപോലെ സാറിന്റെ മാനേജേഴ്സ് തന്നെയാണ് പറഞ്ഞത് അന്ന് പെർഫോം ചെയ്ത ആളെ വേണം. അപ്പോൾ ഐ ഫീൽ ബ്ലെസ്ഡ്. യെസ്, അത് സാറിന് ഇഷ്ടപ്പെട്ട് കാണും, അതുകൊണ്ടാണ് നമ്മുടെ ഓഫ് കോഴ്സ് ഇതിനെ ഇഷ്ടപ്പെടുക. അത് അത്രയും വലിയൊരാള് നമ്മളെ ഓർത്തിരിക്കാന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് ആണ്. അപ്പൊ അതുപോലെ കമൽ സാറിനെ പോലെ റംസാന്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ഏതെങ്കിലും പെർഫോമൻസിനോ അല്ലെങ്കിൽ ആസ് ആൻ ആക്ടറോ എവിടെങ്കിലും അങ്ങനെ ഒരു ബിഗ്ഗസ്റ്റ്? വേറെ ആർക്കും അറിയാത്തൊരു പരിപാടിയാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രതിപുഷ്പം സമയത്ത് അന്ന് സാറ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞടാ ചെറിയൊരു പരിപാടിയാ, അപ്പോൾ ഒരു ദിവസം നമുക്കൊരു ഹാഫ് ഡേ വെച്ചിട്ട് നിന്റെ ക്യാരക്ടറിന്റെ പരിപാടി ചെയ്തിട്ട് ഹാഫ് ഡേ ചെയ്തിട്ട് പിന്നെ ബാക്കി ഡാൻസ് നമുക്ക് 2 ദിവസം കൊണ്ട് തീർക്കാം എന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സാർ അത് ചെയ്യാം. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഷൂട്ടിൻ്റെ സമയമായപ്പോൾ അതിന് മുന്നത്തെ ഒരു ഷോട്ട് അവിടെ എടുക്കാൻ കുറച്ച് ലാഗായി. അങ്ങനെ ഒരു ദിവസം ഷൂട്ട് നടന്നില്ല. അതിൻ്റെ ചെറിയൊരു ഷോട്ട് മാത്രം എടുത്തോളൂ. പിറ്റേ ദിവസമാണ് ഡാൻസിൻ്റെ വരേണ്ടത്. അപ്പോൾ ഡാൻസിന് മുന്നേ എൻ്റെ ആക്ടിങ്ങിൻ്റെ പരിപാടി ഉള്ളത് കാരണം അതൊരു ഹാഫ് ഡേ എടുത്തു. പിന്നെ ഉള്ളത് ഒരൊറ്റ ദിവസമാണ്. അപ്പോൾ ആ ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ട് ഫുൾ ഫിനിഷ് ചെയ്തു. പിന്നെ അന്ന് സ്റ്റേജിലാണ് പെർഫോമൻസ്. ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ കട്ട് ചെയ്യാതെ തന്നെ ഫുൾ ഡാൻസ് ഒറ്റ ലെങ്ത്തിന് എൻ്റെ അതിനകത്ത് കട്ട് ശ്രദ്ധിച്ചറിയാം. ഇടയ്ക്ക് ഗ്രൂപ്പ് വരും, ഇടയ്ക്ക് ഞാൻ ഒറ്റ കളിക്കും, ഇടയ്ക്ക് ഗ്രൂപ്പ് അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഗ്രൂപ്പ് ഉള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൃത്യം ഫ്രെയിംസ് വെച്ചിട്ട് എടുത്തു. പിന്നെ ഒരു ഒറ്റ ഫ്രെയിമിൽ എന്നെ പെർഫോം ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒറ്റ ടേക്കിൽ ഫുള്ള് പരിപാടി ചെയ്യുക. അതൊക്കെ കഴിഞ്ഞപ്പോൾ അന്ന് സൗബീക്ക കാണാൻ വന്നു, ബാസി കാണാൻ വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പാക്കപ്പ് വിളിക്കുന്നതിന് മുന്നേ സാറ് മൈക്ക് എടുത്തിട്ട് പറഞ്ഞു എല്ലാവരും എണീറ്റ് നിന്ന് റംസാൻ ഒരു കൈയടി കൊടുക്കണം, അവനുള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് തീർത്തത്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓക്കെ അത് ഈ കുറെ ഓഡിയൻസ് നിന്ന് അപ്രിഷിയേറ്റ് ചെയ്യുന്നതിനേക്കാളൊക്കെ ഒരുപാട് മേളിലായിരുന്നു എനിക്ക് സാർ അത് പറഞ്ഞപ്പോൾ. അത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. അത് മറക്കാൻ പറ്റില്ല. മറക്കരുത് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പറയാം. അതാ ഞാൻ അതൊക്കെ നമ്മളുടെ ലൈഫിൽ എപ്പോഴും ഒരു ട്രഷർ പോലെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ? ഇപ്പൊ നമ്മൾ ഡാൻസിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ബിഗ് ബോസ് അല്ലേ? ഇപ്പൊ ബിഗ് ബോസിന്റെ ഞാൻ ഫുള്ളി കണ്ടിരുന്ന ഒരാളാണ്. താങ്ക് യു. ബിഗ് ബോസിന്റെ ഇടയിൽ ഒരു ടൈമില് ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നിയത് റംസാൻ എല്ലാം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, റംസാൻ എല്ലാം എന്ത് തോന്നുന്നു അത് അപ്പൊ തന്നെ പറയുമായിരുന്നു. ബട്ട് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ മലയാളി ഓഡിയൻസിന് ബിഗ് ബോസ് പോലത്തെ ഒരു റിയാലിറ്റി ഷോയിൽ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആളുടെ അടുത്ത് കയർത്ത് എന്ത് രീതിയിൽ സംസാരിച്ചാലും പിന്നെ അവർക്കില്ലാത്ത ഹേറ്റേഴ്സ് ഉണ്ടാവില്ല. ലൈക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഹേറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. സോ ഫാമിലിക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നായിരിക്കും ആ ഒരു ടൈമിൽ. സോ അത് ബിഗ് ബോസ് കഴിഞ്ഞ് ആ ജേർണി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പം എന്തായിരുന്നു ഒരു ഫീൽ ഉണ്ടായിരുന്നത്? ഇത്രയും ആൾക്കാരിങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ ഓർത്തപ്പോ എനിക്ക് ബിഗ് ബോസ് ഈ പറയുന്ന പോലെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. വീട്ടിൽ ഈ പറയുന്ന പോലെ ബഹളം കാണുമ്പോൾ നോക്കുമ്പോൾ ബിഗ് ബോസ് ആണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന പോലെ കോവിഡ് സമയം, നമുക്ക് ഷോസ് ഇല്ല, വേറെ പരിപാടികളില്ല, വീട്ടിലിരിക്കുക, റീൽസ് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഇതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ടൈമിലാണ് എനിക്ക് കോൾ വരുന്നത് ബിഗ് ബോസിൽ നിന്ന്. അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ഏറ്റവും പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ, എനിക്ക് വർക്കാവൂല. പിന്നെയും എന്നെ കുത്തി പിന്നെ ഞാൻ എന്റെ സൈഡ് ഓഫ് പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ദേ വർ ഓക്കെ വിത്ത് ഇറ്റ്. സോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഈ പറയുന്ന പോലെ ഓഡിയൻസിനെ
എന്താ പറയാ, അവരെ സൂചിപ്പിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണൊക്കെ നല്ലത് കുറച്ച് എന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് അവിടെ വെക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ആ ഷോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ടാസ്ക്, മെന്റൽ ടാസ്ക്, ഇങ്ങനെയുള്ള ക്യാരക്ടർ റോൾ ടാസ്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായി. അതിൽ ഭയങ്കര ഹിറ്റ് അങ്ങനെ എന്തോ അതെ അതെ തീർച്ചയായിട്ടും. അപ്പം അത് ഈ പറയുന്ന പോലെ അത് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിനകത്തേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് കാണുന്നത് വേറെ 20 മുഖങ്ങളാ. അപ്പോൾ അതൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ. ആ സൈഡ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം പലരും പല സിറ്റുവേഷനിൽ നിന്ന് വന്ന് ബിഗ് ബോസിൽ സർവൈവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാ. പലവർക്കും പല അംബീഷൻ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ. ഞാൻ എന്റെ കൂട്ടുകാരോട് 25 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം, ഞാൻ പോയിട്ട് 25 ദിവസം കഴിയുമ്പോൾ വരാം. പിന്നെ ഞാൻ അന്ന് തന്നെ പറഞ്ഞു, എന്തായാലും പോസിറ്റീവ് ഉണ്ടെങ്കിൽ 1% എനിക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ എന്തായാലും അത്ര തന്നെ നെഗറ്റീവ് ഉണ്ടാവും. അത് മനസ്സിൽ ഞാൻ വെച്ചിട്ട് തന്നെയാണ് ഷോസിൽ ഞാൻ പോയത്. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ബിഗ് ബോസിൽ അത്രയും നെഗറ്റീവ്സ് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് റംസാന്റെ വീഡിയോന്റെ അണ്ടറിൽ ആരും വന്നിട്ട് റംസാനെ ചീത്ത വിളിക്കുക ഒന്നും ചെയ്തില്ല. ബിക്കോസ് ആൾക്കാർ അതെന്താന്ന് പറയാ, അത് ഇല്ല, അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോ ഇപ്പോഴും ഈ ബിഗ് ബോസും കൊണ്ട് ജീവിക്കുന്ന കുറെ പേരുണ്ട്. എത്രയോ സീസൺ കഴിഞ്ഞിട്ടും എത്രയോ സീസൺ കഴിഞ്ഞിട്ടും ആ കണ്ടസ്റ്റന്റ് ഇപ്പോഴും ബിഗ് ബോസ് കൊണ്ട് ജീവിക്കുന്ന കുറെ വ്യക്തികളുണ്ട്. അപ്പൊ അത് അതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്റെ 100 ദിവസം ഞാൻ അവിടെ നിന്നു, അവിടെ നിന്ന് ഇറങ്ങി. എന്റെ ഫസ്റ്റ് പോസ്റ്റിൽ ഈ പറയുന്ന ബാഡ് കമന്റ്സും കുറെ എനിക്ക് മെസ്സേജസ് ബാഡ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ലൈവ് പോയായിരുന്നു, നിങ്ങളിവിടെ ചീത്ത വിളിച്ചിരിക്കും, ഞാൻ എന്റെ പരിപാടി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് വേറെ ഒന്നും ബാഡ് ആയിട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ തിരിഞ്ഞതിനകത്തേക്ക് നോക്കേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് തീർച്ചയായിട്ടും മേ ബി അങ്ങനെ ഒരു കാര്യം കൂടി ആയിരിക്കും. ഇപ്പൊ രണ്ടുപേര് ചീത്ത പറഞ്ഞു, ഞാൻ പിറ്റേ ദിവസം ലൈവില് പറയാണ് ഇന്ന ആൾക്കാരെ ചീത്ത പറഞ്ഞു, പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും അല്ലേ. അതിന്റെ ആവശ്യമില്ല. അടുത്ത പരിപാടി നോക്കുക. എന്തായാലും ബിഗ് ബോസ് എന്ന് പറയുന്നതും നമ്മളുടെ ലൈഫിൽ ഒരു ഗുഡ് ചാപ്റ്റർ ആയിട്ട് ചാപ്റ്റർ തന്നെയാണ്. ഞാൻ 25 ദിവസം ടാറ്റ പറഞ്ഞു പോയിട്ട് 100 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ 100 ദിവസം കഴിഞ്ഞാണ് വന്നത്. അതും എല്ലാവർക്കും ലൈക്ക് ആ ഒരു സീസണും എല്ലാവർക്കും ഭയങ്കര ഒരു ഫേവറേറ്റ് ഒരു സീസൺ ആയിരുന്നു. അതും അങ്ങനെ കഴിഞ്ഞു കിട്ടി. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഒരു അതിപ്പോഴും ഒരു ദീർഘശ്വാസം. മെമ്മറീസ് ഉണ്ട് അവിടെ. മെമ്മറീസ് ഓരോ ദിവസവും ഈ പറയുന്ന പോലെ ഒരു ദിവസം ഒരു കണ്ടന്റ് അല്ല, ഒരു ദിവസം ഒരു 100 കണ്ടന്റ് ഉണ്ട്. കണ്ടന്റ് നിങ്ങളുടെ സീസണിലായിരുന്നു തോന്നുന്നു. ഇപ്പോഴും ബിഗ് ബോസിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ. ലൈക്ക് ഓരോ ബിഗ് ബോസ് സീസണിൽ ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടായത്, അവർക്കൊന്നും ഉറക്കം ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ സീസണിലൊന്നും, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അത്രയും പവർഫുൾ സീസൺ ആയിരുന്നു. നമ്മുടെ ബിഗ് ബോസ് ചാപ്റ്ററും കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പട്ടണത്തിൽ ഭൂതം ആ ഫിലിമിലൂടെയാണ് വരുന്നത് റംസാൻ. പിന്നെ റിയാലിറ്റി ഷോസ് ചെയ്തു, പിന്നെ ഇപ്പൊ ആക്ടിങ് ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷങ്ങളില് ബിഗ് ബോസിലൊക്കെ പോയി ഇത്രയും വർഷങ്ങളില് റംസാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും? എന്റെ അങ്കിൾ, മാമൻ ആണല്ലേ. പ്രത്യേകിച്ച് ചോദ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. എന്നാലും ഇപ്പൊ ഒന്നുകൂടി എടുത്തു പറയണല്ലോ. ഇല്ല, എനിക്കറിയാൻ പറ്റും. എനിക്ക് എന്റെ ഡാൻസ് ഇൻഡസ്ട്രിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്റെ അങ്കിളാണ്. എന്നെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ അങ്കിളാണ്. ഫസ്റ്റ് സിനിമയുടെ ഓഡീഷൻ കൊണ്ടുപോയത് എൻ്റെ അങ്കിളാണ്. അപ്പം എന്താണ് എൻ്റെ വഴി എന്നുള്ളത് എനിക്ക് ഓപ്പൺ ചെയ്ത് തന്നത് എൻ്റെ മാമയാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ചിലപ്പോൾ ഒരു കയറ് കിട്ടും, പിന്നെ കയറ് കിട്ടണമെന്നില്ല. അപ്പൊ ബാക്കി നമ്മൾ എഫേർട്ട് ഇടണം. ആ മനുഷ്യനെ കൊണ്ട് എപ്പോഴും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ബാക്കി നമ്മൾ പരിപാടി ചെയ്യണം. ഓഫ്കോഴ്സ് ഈ ഫീൽഡിൽ നിൽക്കാൻ കാരണം മാമ തന്നെയാണ്. തന്നെയാണ്. ഇപ്പം ഈ ഫീൽഡില് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം, ലൈക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇത്രയും വർഷങ്ങളില്? ഭയങ്കര ഒരു ഉള്ളില് വിഷമം തോന്നിയ ഒരു? എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഉണ്ടെങ്കിൽ തന്നെ അത് 2 ദിവസം കഴിയുമ്പോൾ പോകും. കൂടുതൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പറയുന്ന പോലെ അത് ഓഫ്കോഴ്സ് അത് ഉണ്ടാവുന്ന കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മുടെ കൂടെ നമ്മളെക്കാൾ വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ട്രീറ്റ്മെന്റ് ആർട്ടിസ്റ്റിലായിരിക്കും ബെറ്റർ ആയിട്ട് നിൽക്കുക. അപ്പൊ നമ്മളെ അത്ര നന്നായിട്ട് ട്രീറ്റ് ചെയ്യില്ലായിരിക്കും. ഇത് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് പോയപ്പോൾ അവിടെയും വേറെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? അത് ഇതിന്റെ ഒരു ജേണിയാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അത് ഇതിന്റെ ഒരു ജേണിയാണ്. ഇപ്പം നിങ്ങളിരിക്കുന്ന സീറ്റിൽ നിങ്ങളൊക്കെ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളിരിക്കുമ്പോൾ എല്ലാവരും കൂടുതൽ ട്രീറ്റ് ചെയ്യുന്നത് അവരെ ആയിരിക്കാം. അതുണ്ട്. അത് പിന്നെ അത് ആദ്യം എനിക്ക് സങ്കടമായിരുന്നു ചെറുപ്പത്തില്. ഓ അവിടെ അങ്ങനെയാണ്, അപ്പൊ നമ്മള് ഇങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് മനസ്സിലാക്കി, ഓക്കെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അത്രേ ഉള്ളൂ. നമുക്ക് ലാസ്റ്റ് ഒരു സെഗ്മെന്റ് കൂടി, ആ സെഗ്മെന്റ് കൂടി കഴിഞ്ഞ് ഓക്കെ. ഈ സെഗ്മെന്റ് ഫൺ സെഗ്മെന്റ് ആണ്. മറ്റതും ഫണ്ണായിരുന്നു, ഫുൾ ഫൺ.
ഇത് ശരിക്കും ഫണ്ണ്. ഈ സെഗ്മെന്റിൽ എന്താന്ന് വെച്ചാൽ റംസാനായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ റംസാൻ അറിയാവുന്ന കുറച്ച് പേരുടെ പേര് ഞാൻ പറയും. അപ്പൊ ഇവരോട് റംസാൻ ഒരു വരം ചോദിക്കാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കാം? വരം. ഇതൊക്കെ രസമല്ലേ? ഫസ്റ്റ് വൺ സാനിയ അയ്യപ്പൻ ഒരു വരം ചോദിക്കാണ്. സനിയനോടോ? സാനിയനോടോ? സാനിയനോട് അവളോട് വരം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗട്ട്സ്. ഗട്ട്സ്. കാരണം ഷീ ഫേസ്ഡ് സോ മെനി തിങ്സ് ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ അറിയാം. ആൻഡ് അത് വളരെ ബോൾഡ് ആയിട്ടാണ് രീതി ഈസ് ലൈക്ക് ദി ബെസ്റ്റ് ആണല്ലേ. അങ്ങനെ തന്നെ ചോദിക്കാൻ പറ്റിയ പ്രിയ പി വാര്യർ. പ്രിയ വാര്യറിന്റെ പ്രിയ ഞാൻ പ്രിയനെ എപ്പോഴും കണ്ടിട്ടുള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. എപ്പോഴും കാണാറില്ല, പക്ഷെ കാണുമ്പോഴൊക്കെ റംസു എന്ന് വിളിച്ച് ഇങ്ങനെ ചാടിയോടി വരുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു പ്രിയ ഫസ്റ്റ് മൂവി ചെയ്ത് ഭയങ്കര വൈറലായിട്ടൊക്കെ നിന്ന് ഈ സംഭവം. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര വൈറലായിട്ട് നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ കുറച്ച് ചാടയൊക്കെ ഇടാം. നമ്മള് ഈ പറഞ്ഞ നമ്മൾ ആർട്ടിസ്റ്റ് ആണ്, നമ്മൾ പെർഫോമൻസ് ആണ്, നമ്മളും പണിയെടുക്കുന്നുണ്ട്. എന്നാൽ പോലും അവൾ അത്രയും ഭയങ്കര റീച്ച് ആയിരുന്നു അല്ലെ? പിന്നെ അപ്പൊ ഇവിടെ മാത്രല്ല എത്രയോ ഒറ്റ ദിവസത്തില്. അത് ഞാനിപ്പോ സാനിയുടെ കാര്യം പറഞ്ഞപ്പോഴും പ്രിയയും ഇതുപോലെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോ നമുക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് പൊക്കും പിന്നെ ഒറ്റയടിക്ക് താത്തും. അങ്ങനെ ഫേസ് ചെയ്ത് വന്ന ഒരാളാണ് പ്രിയ. അതെ, അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അന്നും വളരെ നന്നായിട്ട് മാനേജ് ചെയ്തിരുന്നു ആള്. അതിങ്ങനെ റിയാക്ട് ചെയ്യും അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് അവള് ഡൗൺഫോൾസ് ഉണ്ടായാലും ഉയർന്നു വരും എന്നുള്ള ഒരു കോൺഫിഡൻസ്, അതിന്റെ ഒരു ഹാപ്പിനെസ് ഫുൾ ടൈം ഉണ്ട്. ഹാപ്പിനെസ്. ഓക്കെ, സൗബിൻ ഖാന്റെ സ്നേഹം. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ്. എനിക്ക് ഇതുപോലെ ഭീഷ്മപർവ്വത്തിന്റെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. സിനിമ നാളെ റിലീസ് ആണെങ്കിൽ ഇന്ന് രാത്രി ഒരു ഈവനിങ് അല്ല, ഒരു ആഫ്റ്റർനൂൺ ടൈമിൽ ഒരു പ്രസ് മീറ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രസ് മീറ്റിൽ നമ്മുടെ കൺട്രോളർ എല്ലാവരും വിളിച്ചു, ആർട്ടിസ്റ്റുകൾ എല്ലാവരും ക്രൗണിൽ വരണം, അവിടെ എല്ലാ മീഡിയ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അതും ഇതുപോലെ വലിയൊരു കാസ്റ്റുള്ളൊരു പടമായിരുന്നു. അതെ. അപ്പോൾ മീഡിയക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ എത്തി, ലേറ്റ് ആവണ്ടല്ലോ, ഇനിയിപ്പോൾ മമ്മൂക്കാൻ്റെ വയലിക്കട കൂടി കേൾക്കാൻ വയ്യ. അങ്ങനെ ആദ്യമേ ചെന്ന് നിന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെയർ എണ്ണി, ഇരിക്കുന്ന ചെയർ ഉണ്ടോന്ന് അറിയണ്ടേ. നോക്കിയപ്പോ ചെയർ കുറവാ. ചമ്മി പോണെന്ന് വെച്ചാൽ ഞാൻ നൈസായിട്ട് മീഡിയന്റെ ബാക്കിൽ വന്നിട്ട് ഞാൻ നിന്നു. കാരണം ബാക്കിയുള്ള ആർട്ടിസ്റ്റിൽ വന്നു, എല്ലാവരും ഇരിക്കുന്നു. അപ്പൊ ഞാൻ ഏറ്റവും ബാക്കിലുണ്ട്. ഞാനിങ്ങനെ മമ്മൂക്കാന്റെ ഫോട്ടോ എടുക്കുന്നു, സൗബിക്കാന്റെ ഫോട്ടോ എടുക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ സൗബിക്ക് ഇങ്ങനെ എന്നെ കണ്ട് ദൂരെ. ആ വീഡിയോ ഉണ്ട് ആക്ച്വലി, അത് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് വീഡിയോ ആണ്. അത് സൗബിക്ക് എന്നെ ഇങ്ങനെ കണ്ടിട്ട് എടാ വാടാ വേണ്ട എന്ന് പറഞ്ഞപ്പോ വാ കയറി വന്ന് പറഞ്ഞപ്പോ മമ്മൂക്കാന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടത് രതിപുഷ്പം ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ കയറി വന്ന് സ്റ്റേജിൽ ഇങ്ങനെ സൈഡിൽ നിന്നപ്പോ മമ്മൂക്ക പറയുന്നുണ്ട് ഇവനാണ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഇങ്ങനെ എന്തോ പറയുന്നുണ്ട്. സിനിമയിലെ സ്റ്റാർ എന്നാണ് എന്റെ വെച്ചിരിക്കുന്നത്. അപ്പൊ ആ മൊമെന്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം അന്നാണ് സൗബിക്കാനെ കാണുന്നത്. പക്ഷെ അതിന് മുന്നേ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്, മച്ചാനെ ഡാൻസ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട്. ആദ്യം എങ്ങനെയാ അപ്പോ അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആണ്, പുള്ളിക്ക് ഭയങ്കര സ്നേഹമാണ്. എന്നെ സ്റ്റേജിൽ കയറ്റിയിട്ട് പുള്ളിക്കൊന്നും കിട്ടാനില്ല. അതെ. പിന്നെ അതിനുശേഷം ഭയങ്കര കമ്പനി ആയിരുന്നു. അന്ന് ഞങ്ങള് ഈ പറഞ്ഞ പോലെ രതിപുഷ്പത്തിലെ സ്റ്റെപ്പൊക്കെ ഇട്ട് ഞങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അങ്ങനെ ഫുൾ ടൈം അന്ന് എന്നെ കുറച്ച് ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെയാണ്. പിന്നെ അതിനുശേഷം ബറാക്സിന്റെ ഇനാഗുറേഷൻ ചെയ്തതൊക്കെയാണ്. അങ്ങനെ ഒരു നല്ലൊരു ബന്ധം ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ സ്നേഹമാണ് സൗബിനിക്കിൽ നിന്നും റംസാൻ ചോദിക്കുന്ന വരം. നെക്സ്റ്റ് വൺ മമ്മൂക്ക ഒരുപാടുണ്ട് പറയാനായിട്ട്. എന്താല്ലേ ശരി കേട്ടോ, നമ്മൾ എന്തിച്ചു കുറച്ച് കൂടി പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല മമ്മൂക്കല്ലേ ടാലന്റ് ചോദിക്കാൻ പറ്റുമോ? പക്ഷെ ടാലന്റ് ചോദിക്കാൻ പറ്റി കിടക്കായിരുന്നു. അത് ചോദിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് കൂടുതലാണ്. വരല്ലേ ഞാന് പക്ഷെ ഞാനത് അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അത് ചോദിക്കാം. അത് ഞാൻ അനുഭവിച്ച വ്യക്തിയാണ്. കാരണം ഭീഷ്മപർവ്വത്തിൽ അന്ന് ഈ പറയുന്ന പോലെ എന്നെ അറിയ പോലും ഇല്ല. ഫസ്റ്റ് മറ്റേ ഈ പട്ടണത്തിൽ ഭൂതം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. പറഞ്ഞില്ലേ? എന്നിട്ട് ഇല്ല, ഞാൻ പറഞ്ഞില്ല.
എനിക്ക് പേടിയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു. അപ്പൊ കയ്യോ അയ്യോ. എന്നിട്ട് ഞാന് അന്ന് ലഞ്ചിന് മമ്മൂക്ക ഉണ്ടായിരുന്നു കൂടെ. അന്ന് ഞാൻ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് എല്ലാവരും അടുത്ത ഇന്റർവ്യൂസിന് വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് റൂമിലോട്ട് ഗ്രൗണ്ടിൽ തന്നെ പോയി. അപ്പൊ മമ്മൂക്കാൻ്റെ റൂമിൽ അത് കഴിഞ്ഞ് എല്ലാ ആർട്ടിസ്റ്റുകളും ഇങ്ങനെ വന്നിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ പുറത്ത് കയറണോ വേണ്ടയോ നമുക്കറിയില്ലല്ലോ, കാരണം നമ്മൾ തുടക്കമാണ്. പിന്നെ പുള്ളിയുടെ റൂമിൽ വന്നിട്ട് ഇതാറാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നില്ലേ, പിന്നെ ഞാൻ ആ വഴിക്ക് പോവും ഇല്ല. അപ്പോ ഞാൻ പുറത്തു നിന്ന്, അപ്പൊ ജോർജ് ഏട്ടൻ വന്നിട്ട് പിന്നെ പുഷ് ചെയ്ത് വിട്ടു. ഉള്ളിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് നമുക്ക് ചോദിച്ചു, നീ ലേറ്റ് ആയിട്ടാണോ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, പിന്നെ പ്രസ് മീറ്റിന്റെ ബാക്കിൽ നിന്ന് എന്തായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ചെയർ ഉണ്ടായില്ല. അപ്പൊ നമുക്കിങ്ങനെ പറഞ്ഞു, അത് നീ കയറി ഇരിക്കേണ്ട അടുത്ത് നീ ഇരിക്കണം. അത് ഒരൊറ്റ ഡയലോഗ് ആണെങ്കിലും വലിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതല്ലേ. അങ്ങനെയുള്ളൊരു മൊമെന്റ് ഹാപ്പനിങ് ആയപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അത് നമ്മള് നമ്മുടെ പരിപാടി നമ്മൾ തന്നെ നോക്കണം എന്നുള്ളതാണ്. അതിനുശേഷം ബ്രഹ്മയുഗത്തിൽ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റി. ബ്രഹ്മയുഗത്തില് കുറച്ച് പരിപാടി ഞാൻ ടെക്നിക്കൽ സൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള യക്ഷിനെ ഡിസൈൻ ചെയ്തത് നമ്മളാ. യക്ഷിയുടെ മൂവ്മെന്റ് തൊട്ട് ആ കാട്ടിലെ സീക്വൻസ് ഒക്കെ ഇൻക്ലൂഡിങ് കുറച്ച് ഫ്രെയിംസ് ഒക്കെ നമ്മുടെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് രാഹുലിനോട് വലിയൊരു താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ ഒരിക്കലും പിന്നെ എന്റെ സ്റ്റൈൽ ഓഫ് കൊറിയോഗ്രാഫി കണ്ടിട്ട് തന്നെ ചേട്ടൻ വിളിച്ചതാ, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. പിന്നെ അതിനകത്ത് അവസാനത്തെ ചാത്തനായിട്ട് വരുന്ന ആളെ അതും നമ്മൾ ചെയ്തതാണ്. അത് ഞാനല്ല ചെയ്തത്, ഞാൻ ചെയ്യിപ്പിച്ചു ഒരാളെ കൊണ്ട്. അപ്പൊ അതൊക്കെ മമ്മൂക്കൊക്കെ അറിയാം. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ബ്രഹ്മയുഗത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മറ്റേ പരിപാടി. അറിയാം. പിന്നെ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഖത്തറിലൊരു ഷോയ്ക്ക് പോയ സമയത്ത് മമ്മൂക്ക ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് മമ്മൂക്ക ഇങ്ങോട്ട് പറഞ്ഞു, പട്ടണത്തിൽ പോലും ചെയ്തപ്പോൾ ഇവനൊക്കെ ഭയങ്കര ചെറുതായിരുന്നു, പിള്ളേരൊക്കെ അങ്ങ് വളർന്നു. അത് ഞാൻ ഞെട്ടി. എനിക്കൊരു ഐഡിയ ഇല്ല. പുള്ളി ഓർത്തിരിക്കുന്നതായിരിക്കും, മമ്മൂക്ക ഓർത്തിരിക്കുന്നതായിരിക്കും. ഭയങ്കര ഞാനൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഫോട്ടോ എടുക്കുന്നതിന് നമ്മള് ഒരുമിച്ച് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര ഷോക്കായി. ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ അങ്ങനെയായിരുന്നു. അത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അത് ഭയങ്കര ഒരു മേജർ കാര്യമാണ്. ഒരാൾക്ക് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് പറയുന്നത്, അത് ആ ആൾക്കും അത് ഫീൽ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം. അതെ. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് അതുപോലെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ഒറ്റ ഡയലോഗിലൊക്കെ പറഞ്ഞു തീർക്കെങ്കിലും നമുക്കത് മനസ്സിലാവും എന്താണ് ആൾ ഉദ്ദേശിക്കുന്നല്ലേ. കുക്കുവിന്റെ ചളി എനിക്ക് വേണ്ട, കുക്കുടുത്തോട്ടെ. അതെനിക്ക് തീരെ ആവശ്യമില്ല. കുക്കു ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യിക്കുന്ന രീതി എനിക്കിഷ്ടമാണ്. അവനൊരു സ്റ്റേജിൽ മൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഓഡിയൻസിനെ കുറച്ചുകൂടെ എനർജറ്റിക് ആക്കുന്നതും അല്ലെങ്കിൽ ഓഡിയൻസിനെ ചിരിപ്പിക്കുന്നതും എനിക്ക് അത്രയും അതില്ല. ഇല്ലല്ല, ഞാൻ എൻഗേജ് ചെയ്യുന്നത് അവന്റെ റൂട്ട് ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കുക. അല്ലെങ്കിൽ ചാടിത്തുള്ളി അവൻ ആൾക്കാരോട് സംസാരിച്ച് ഞാൻ അങ്ങനെയല്ല. തൃശ്ശൂര് കൊച്ചിക്ക് കൊളാബറേറ്റഡ് ആയിട്ടൊരു പരിപാടിയാണ്. അവന്റെ ഓഡിയൻസിനെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന ഇത് നമുക്ക് ആണ്. സോ അപ്പൊ കുക്കുവിന്റെ ആ ഒരു എൻഗേജ് ചെയ്യുന്ന പരിപാടി കിട്ടിയാ കൊള്ളാം അല്ലേ. ഓക്കെ, ലിസ്റ്റ് കുറെ ഉണ്ടല്ലോ. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. പ്രസന്ന മാസ്റ്ററിന്റെ എനർജി ഭയങ്കര എനർജി. അത് ഡാൻസ് കളിച്ചാലും അതെ, വെറുതെ ഷോയിലും അതെ, പുള്ളിയുടെ ഒരു പോസിറ്റീവ് വൈബ്. അതെ, ഫുൾ ടൈം. ഞാനൊക്കെ ചിലപ്പോൾ ഡാൻസ് കുറച്ച് ഒരു എന്താ പറയാ, ഒരു 8 hours ഒക്കെ പ്രാക്ടീസും ഫുഡും എല്ലാം കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇരിക്കാൻ നോക്കും. അപ്പോഴും വരും അങ്ങനെ ചാടി വരും. മനസ്സിലായോ? അത് ഡിഫോ ഡാൻസ് തൊട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്ന. ഇപ്പോഴും നമ്മള് ഒരുമിച്ച് വർക്ക് ചെയ്തു ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അപ്പോഴും സ്റ്റിൽ ഹി ഹാവ് ദാറ്റ്. പിന്നെ ആ എനർജിയാണ് എനിക്ക് വേണ്ടത്. ലാസ്റ്റ് വൺ ആണ്. താങ്ക്സ് പറ. ഗോവിന്ദ് പത്മസൂര്യ. ജിപി ഒരു വ്യക്തിയോട് നമ്മള് എന്താ പറയാ, കണക്ട് ആയിട്ട് നിക്കാന്ന് പറയില്ലേ. ഇപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളെ കണ്ടു, ബന്ധം സൂക്ഷിക്കുക. അത് എനിക്ക് ജിപിയിൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളിപ്പോ ജിപിയുടെ കല്യാണത്തിന് വിളിച്ചപ്പോഴായാലും കുറെ കാലത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാ, വന്നില്ലെങ്കിൽ ഇടി കിട്ടും എന്നുള്ള രീതിയിലെ പുള്ളി സംസാരിക്കുക. അപ്പൊ അത്ര കമ്പനിയാണ്. അതിപ്പോ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരുപാട് സ്റ്റാർസ് ആയിട്ട് കണക്റ്റഡ് ആണ് പുള്ളി. അപ്പോൾ അവരോടാണെങ്കിലും ആ ബന്ധം സൂക്ഷിക്കുക, നമ്മളോടാണെങ്കിലും അത് സൂക്ഷിക്കുക. വേറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ എല്ലാവരുടെ അടുത്തും കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതി ഉണ്ടല്ലോ, എനിക്ക് ഒട്ടും പറ്റാത്ത പരിപാടി അത്. എനിക്ക് ഞാൻ ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ഓക്കെ അവര് ബിസിയാണ്, വേണ്ട അങ്ങനെ ഒരുപാട് വിചാരിക്കുന്ന ആളാ. അപ്പൊ
കുറച്ചൊക്കെ അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയാ നമ്മൾ നിലനിന്ന് പോകുന്ന അറിയില്ലേ, അതിന് ഉപകരിക്കും തോന്നുന്നു. അതെ, പക്ഷെ അങ്ങനെ എല്ലാവർക്കും പറ്റില്ല. ഇല്ല പറ്റില്ല, എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്ന അതായിരിക്കും, ഞാനും അങ്ങനെ വിചാരിക്കുന്നത്. സോ ഐ ക്യാൻ റിലേറ്റ് ടു ദാറ്റ്. പക്ഷെ ഇപ്പൊ നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞു, ബട്ട് ഒരാളുടെയും കൂടി എനിക്ക് ചോദിക്കാൻ ഒരാഗ്രഹം. ദിൽഷ, കോൺഫിഡൻസ്. ആണല്ലേ. ഐഫിൽ ക്ലബ് എന്തായാലും ഭയങ്കര ഒരു ഹിറ്റ് ആയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇതുപോലെ നല്ല പ്രൊജക്ട്സിൽ ഇനിയും അവസരം കിട്ടട്ടെ, നമുക്ക് ഇതുപോലെ ഇനിയും കാണാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.